പേജ് നമ്പർ 35. ഗ്രോ പ്ലാന്റ്സ് ലൈക്ക് പഗോഡ ഫ്ലവർ, അതായത് കൃഷ്ണകിരീടം, റാറ്റിൽ വീഡ് കിലുക്കി, കറി ലീഫ് പ്ലാന്റ് സിട്രസ്, ഒലിയാണ്ടർ അരളി that attract butterflies in your school biodiversity garden. Observe what type of butterflies come to the garden. അതായത് നിങ്ങൾ കൃഷ്ണകിരീടം, അതുപോലെ തന്നെ കിലുക്കി, പിന്നെ കറിവേപ്പിലയുടെ ചെടി, അതുപോലെ തന്നെ നാരകം, അരളി, ഇതൊക്കെ നിങ്ങളുടെ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നട്ട് വളർത്താൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളോട് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസ് ആണ് ആ ഗാർഡനിൽ വരുന്നത് എന്ന് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രീച്ചേഴ്സ് ആർ അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റുപാടും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്രീച്ചേഴ്സ് ഉണ്ട് നമുക്കറിയാമല്ലേ, നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വേർ ഡു ദേ ലിവ്, അവരെവിടേക്കാണ് താമസിക്കുന്നത്? ഫോറസ്റ്റ് തന്നിട്ടുണ്ട്, കാട്ടിലുണ്ടാവാം, റിവർ, പോണ്ട്, സീ പറയാം, കടലിൽ പറയാം. ദെൻ പാഡി ഫീൽഡ്, നെൽപ്പാടങ്ങളിലുണ്ടാവും. ഹിൽ പറയാം, ഹിൽ എന്ന് പറഞ്ഞാൽ കുന്നുകളിൽ. ട്രീസ് പറയാം, മരങ്ങളിലുണ്ടാവും അല്ലേ. ഇതിന് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് വിൽ ഹാപ്പൺ ഇഫ് ദേ ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. ടീച്ചേഴ്സ് പൂർണ്ണമായിട്ടും ഇല്ലാതായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാം, അഡ്വേഴ്സ്ലി എഫക്റ്റ് ദ ഫുഡ് ചെയിൻ. അതായത് പ്രതികൂലമായിട്ട് ഈ ഫുഡ് ചെയിനെ ബാധിക്കും. ഫുഡ് ചെയിൻ പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്? എന്താണ്? ചില അനിമൽസ് ഗ്രാസ്, ലീവ്സ് അതൊക്കെ കഴിക്കുന്ന അനിമൽസ് ഉണ്ട് അല്ലേ. പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അനിമൽസ് ഉണ്ട്. ചിലത് ഈ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിക്കുന്ന അനിമൽസിനെ തിന്ന് ജീവിക്കുന്ന അനിമൽസ് വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ആ ചെയിനെ നമ്മൾ എന്ത് പറയുക? ഫുഡ് ചെയിൻ എന്ന് പറയുക. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഗ്രാസിനെ കഴിക്കുന്ന ഗ്രാസ് ഹോപ്പർ, ഓക്കെ, പ്ലാന്റ്സിനെ കഴിക്കലേ ചെയ്യുക? ഈറ്റ് ഗ്രാസ് ആണ് അല്ലേ. ഗ്രാസ് ഹോപ്പർ കഴിക്കുക എന്താ? ഈറ്റ്സ് ഗ്രാസ്. ദെൻ ഈ ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കണോ? ദെൻ സ്നേക്ക് ഇതിനെ കഴിക്കും, ഫ്രോഗിനെ കഴിക്കും. ഈഗിള് സ്നേക്സിനെ കഴിക്കും. കാരണം അതൊരു ഫുഡ് ചെയിൻ ആയിട്ട് പോകണമെങ്കിൽ ഇത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. ഇതിലത്തെ ഏതെങ്കിലും ഒന്ന് ഇല്ലാതായ ഒരു എക്സ്റ്റിങ്ഷൻ വരുത്തുക പറഞ്ഞാൽ എന്താ? എക്സ്റ്റിങ്ഷൻ പറഞ്ഞാൽ ഇല്ലാതെയുക. ഇപ്പോൾ ഫ്രോഗ് ഇല്ലാതെയുകയാണെങ്കിൽ ഈ ഫുഡ് ചെയിനെ അത് ബാധിക്കുമല്ലോ, അതാണ് പറയണത് കേട്ടോ. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസസ് ദി നമ്പർ ഓഫ് സം ക്രീച്ചേഴ്സ്. അതായത് ചില ക്രീച്ചേഴ്സിൻ്റെ എണ്ണങ്ങൾ വർദ്ധിക്കും. അപ്പോൾ അതായത് ഫ്രോഗ് നശിച്ചു പോയി എന്ന് വിചാരിക്കുക, ഫ്രോഗ് ഇല്ലാതെയായി, പൂർണ്ണമായിട്ട് ഇല്ലാതെയായി എന്നുണ്ടെങ്കിൽ ചില ക്രീച്ചേഴ്സിൻ്റെ എണ്ണങ്ങൾ കൂടുന്നു പറഞ്ഞാൽ ഈ ഫ്രോഗ് കഴിക്കുന്ന ജീവികളില്ലേ അത് കൂടില്ല. ഇപ്പോൾ ഗ്രാസ് ഹോപ്പർ, ചില ഇൻസെക്ട്സ്, മോസ്കിറ്റോസ് അല്ലേ, ഹൗസ് ഫ്ലൈ, അതൊക്കെ വർദ്ധിക്കും അല്ലേ ഫ്രോഗ് ഇല്ലാതായാൽ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡിക്രീസസ് ദി നമ്പർ ഓഫ് സം ക്രീച്ചേഴ്സ്. ചില ക്രീച്ചേഴ്സിൻ്റെ എണ്ണം കുറയും. അതെങ്ങനെയാണ് കുറയുക? ഇതൊരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രോഗിനെ കഴിച്ച് ജീവിക്കാൻ ചില മൃഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം ഇല്ലാതെയാവില്ലേ, അപ്പോൾ അതിൻ്റെ എണ്ണം കുറയും. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് അഡ്വേഴ്സ്ലി എഫക്റ്റ് അവർ ഹ്യൂമൻ ലൈഫ്സ്. നമ്മുടെ ഹ്യൂമൻ ലൈഫ്സിനെ അത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നു, പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. എർത്ത് ബിലോങ്സ് ടു എവരി വൺ ഡസൻറ്റ് ഇറ്റ്. എർത്ത് എന്ന് പറയുന്നത്, ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടി ഉള്ളതല്ലേ, അത് അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. വാട്ട് ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് ദ സറൗണ്ടിങ്സ് വേർ ദീസ് ക്രീച്ചേഴ്സ് ലിവ്. അതായത് ഈ ക്രീച്ചേഴ്സ് ജീവിക്കുന്ന ഈ ചുറ്റുപാടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് അവർ തന്നിട്ടുണ്ട്, എന്താണ്? ഡു നോട്ട് ത്രോ വേസ്റ്റ്. മാലിന്യം വലിച്ചെറിയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സറൗണ്ടിങ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഡു നോട്ട് പൊല്യൂട്ട് വാട്ടർ ബോഡീസ് ലൈക്ക് റിവർ, പോണ്ട്, സീ എക്സെട്ര. അതായത് ജലാശയങ്ങൾ മലിനമാക്കാതിരിക്കുക. ഡു നോട്ട് കട്ട് ട്രീസ് ആസ് ഇറ്റ് പ്രൊവൈഡ്സ് ഷെൽട്ടർ ഫോർ മെനി ക്രീച്ചേഴ്സ്. മരങ്ങൾ മുറിക്കാതിരിക്കുക, അത് കുറേ ജീവികൾക്ക്, കുറേ ക്രീച്ചേഴ്സിന് ഒരു അഭയസ്ഥലമാണ് അല്ലേ, അഭയസ്ഥലം കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. കീടനാശിനി യൂസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുക. ഓവർ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് മേ ലീഡ് ടു എക്സ്റ്റിങ്ഷൻ ഓഫ് സം ക്രീച്ചേഴ്സ്. കീടനാശിനികളുടെ അമിത ഉപയോഗം ചില ജീവികളുടെ വംശനാശത്തിന് ഇടയാക്കിയേക്കാം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യാൻ പറയുന്നത്. ലാസ്റ്റ് പോയിന്റ്, യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ടു കൺട്രോൾ എയർ പൊല്യൂഷൻ. അതായത് വായുമലിനീകരണം തടയാൻ വേണ്ടിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യുക. അതായത് എല്ലാവരും പ്രൈവറ്റായിട്ട് വെഹിക്കിൾസ് വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്? വെഹിക്കിൾസിൻ്റെ എണ്ണം കൂടൂല്ലേ. അപ്പോൾ ആ വെഹിക്കിൾസ്, വാഹനങ്ങൾ പുറത്തുവിടുന്ന പുക കാരണം എന്തുണ്ടാവും? വായുമലിനീകരണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വായുമലിനീകരണം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. എന്തിന്? സറൗണ്ടിങ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ.
Let us assess. Mitra observed the body features and food habits of the domestic animals like cat and goat and wrote them in the table. Add more details in the table. മിത്ര ഡൊമസ്റ്റിക് അനിമൽസ് ആയ കാറ്റിൻ്റെയും ഗോട്ടിൻ്റെയും ബോഡി ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സും നിരീക്ഷിച്ചിട്ട് അതൊരു ടേബിളിൽ എഴുതിയിട്ടുണ്ട്. ആ ടേബിളിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കുക കേട്ടോ. ഫസ്റ്റ് കാറ്റ്, ഗോട്ട്. നമ്മൾക്കറിയാം കാറ്റ് എന്താണ്? കാർണിവോഴ്സ് ആണ്. ഗോട്ട് എന്താണ്? ഒരു ഹെർബിവോഴ്സ് ആണ്. കാറ്റ് എന്താണ് കഴിക്കുക? ഈറ്റ്സ് മീറ്റ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഗോട്ട് എന്താണ്? ഈറ്റ്സ് പ്ലാന്റ് പാർട്സ്. ബോഡി ഫീച്ചേഴ്സ് പറഞ്ഞിരിക്കുകയാണ്. കാറ്റിൻ്റെ ബോഡി ഫീച്ചർ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് പോയിന്റ്, ഹാസ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്. ഗോട്ടിനോ? ഡസ് നോട്ട് ഹാവ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്. ഇനി നമുക്ക് ആഡ് ചെയ്യണം അല്ലേ ഡീറ്റെയിൽസ്. എന്തൊക്കെ പറയാം? ഹാസ് ഷാർപ്പ് ടീത്ത് എന്ന് പറയാം അല്ലേ. കാറ്റിന് എന്തുണ്ട്? ഷാർപ്പ് ടീത്ത് ഉണ്ട്. ഗോട്ടിനോ? ദ സ്ട്രക്ചർ ഓഫ് ദ ടീത്ത് ആർ സ്യൂട്ടഡ് ടു ച്യൂ പ്ലാന്റ് പാർട്സ്. ആടിൻ്റെ ടീത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്ലാന്റ് പാർട്സ് ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടീത്താണ്. കാറ്റിന് എന്താണ്? ഹൂവ്സ് ഉണ്ടോ? ഇല്ല. ഡസ് നോട്ട് ഹാവ് ഹൂവ്സ് എന്ന് പറയാം. ഗോട്ടിന് എന്ത് പറയാം? ഹാസ് ഹൂവ്സ് എന്ന് പറയാം. കാറ്റ് ഹാസ് ഫർ ഓൺ ഹിസ് ബോഡി. ഇതിൻ്റെ മേലെ രോമങ്ങളുണ്ട്. ഗോട്ടിൻ്റെ എങ്ങനെയാ? ഗോട്ട് ഹാസ് തിക്ക് സ്കിൻ. അതിനുള്ളത് എന്താണ്? കട്ടിയുള്ള തൊലിയാണ്. ഫൈൻഡ് ദ സീ ക്രീച്ചേഴ്സ് ഹിഡൻ ഇൻ ദ പിക്ചർ ബിലോ, റൈറ്റ് ദയർ നെയിംസ്. അതായത് ചോട്ടിൽ തന്ന പിക്ചറിൽ ഒളിഞ്ഞിരിക്കുന്ന സീ ക്രീച്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെയൊക്കെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ട മനസ്സിലാവുന്നത് നോക്കൂ. ഫസ്റ്റ് വൺ ഒക്ടോപ്പസ് ഉണ്ട് അല്ലേ, സ്റ്റാർ ഫിഷ് ഉണ്ട്, ക്രാബ് ഉണ്ട്, സീ ടേർട്ടിൽ ഉണ്ട്, പ്രോൺ ഉണ്ട്, സീ ഹോസ് ഉണ്ട്, ഡോൾഫിൻ ഉണ്ട്, ദെൻ ഷാർക്ക് ഉണ്ട്. പിന്നെ നോക്കൂ, തിരണ്ടി ഉണ്ട്. ഇൻ വിച്ച് കാറ്റഗറി ഡസ് ദ ഡക്ക് ബിലോങ് ടു അക്കോർഡിംഗ് ടു ഹിസ് ഫുഡ് ഹാബിറ്റ്സ്. അതായത് ഫുഡ് ഹാബിറ്റ്സ് അനുസരിച്ച് ഏത് കാറ്റഗറിയിലാണ് ഈ ഡക്ക് പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കാറ്റഗറിയിലാണ്? ഓംനിവോഴ്സ് ആണ് കേട്ടോ. ഡക്ക് എന്തൊക്കെയാണ് കഴിക്കുക എന്നറിയില്ലോ? എന്താണ്? പ്ലാന്റ്സ് കഴിക്കും, അക്വാട്ടിക് പ്ലാന്റ്സ് കഴിക്കും, ദെൻ ഫിഷ് കഴിക്കും, സ്മോൾ ഇൻസെക്ട്സിനെ കഴിക്കും. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഓംനിവോഴ്സ് ആണ്. ഇഫ് ദ ഡക്ക് വാസ് എ കാർണിവോർ ലൈക്ക് ദ ഈഗിൾ, വാട്ട് ബോഡി ഫീച്ചേഴ്സ് വിൽ ഇറ്റ് ഹാവ്? ഡ്രോ ആൻഡ് ആഡ് ദം. അതായത് ഡക്ക് ഒരു ഈഗിളിനെ പോലെ ഒരു കാർണിവോർ ബേർഡ് ആയിരുന്നെങ്കിൽ ഏതൊക്കെ ബോഡി ഫീച്ചേഴ്സ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക? അതുപോലെ തന്നെ അത് വരച്ച് ചേർക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മൾക്കറിയാലോ കാർണിവോർ ബേർഡായ ഈഗിളിനുള്ള ബോഡി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്ട്രോങ് ലെഗ്സ്, ഷാർപ്പ് ബെൻഡ് ക്ലോസ്, ദെൻ എന്താണ്? ലാർജ് ആൻഡ് സ്ട്രോങ് വിങ്സ്, സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബീക്ക്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വരച്ച് ചേർക്കുക. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്. Are the butterflies around us of the same size and color? Observe the butterflies in your surroundings and find the similarities and differences. Collect pictures and create a butterfly album. അതായത് നിങ്ങൾ ചുറ്റുപാടും കാണുന്ന ബട്ടർഫ്ലൈസ് എല്ലാത്തിൻ്റെയും സൈസും കളറും ഒക്കെ ഒന്നാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അതെല്ലാം ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ സമാനതകൾ ഒരുപോലെ ഉള്ളതും അതുപോലെ തന്നെ അതിൻ്റെ വ്യത്യാസങ്ങളും കണ്ടുപിടിച്ച് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ പിക്ചേഴ്സും കളക്ട് ചെയ്യണം. അതുപോലെ ആൽബം ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബട്ടർഫ്ലൈസ് ഡിഫറെൻ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ബട്ടർഫ്ലൈസ് ആർ ഡിഫറെൻറ്റ് ഇൻ ദയർ സൈസ്, കളർ, ഷേപ്പ് ആൻഡ് വിങ്സ്. എന്തൊക്കെ പറയാം സിമിലാരിറ്റീസ്? ഓൾ ബട്ടർഫ്ലൈസ് ഹാവ് വിങ്സ്. എല്ലാ ബട്ടർഫ്ലൈസിനും ചിറകുകളുണ്ട്. ദെൻ ഓൾ ബട്ടർഫ്ലൈസ് ഹാവ് 6 legs. എല്ലാ ബട്ടർഫ്ലൈസിനും എന്തുണ്ട്? 6 കാലുകളുണ്ട്. ദെൻ ഓൾ ബട്ടർഫ്ലൈസ് ആർ ഹെർബിവോഴ്സ്. എല്ലാ ബട്ടർഫ്ലൈസും എന്താണ്? ഹെർബിവോഴ്സ് ആണല്ലേ. ദെൻ അടുത്ത പോയിന്റ്, ദേ ഓൾ ഹാവ് 4 stages ഇൻ ദയർ ലൈഫ് സൈക്കിൾ. അവരുടെ ലൈഫ് സൈക്കിൾ 4 stages ആണ് എല്ലാ ബട്ടർഫ്ലൈസിനും ഉള്ളത്. ഇതൊക്കെയാണ് സിമിലാരിറ്റീസ്. അടുത്തത് എന്താണ്? വിസിറ്റ് എനി വൺ പ്ലേസ് ലൈക്ക് പോണ്ട്, ഫീൽഡ്, ഫോറസ്റ്റ് ഓർ ഗ്രാസ് ലാൻഡ് നിയർ യുവർ സ്കൂൾ. അതായത് നിങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള പോണ്ടിലോ അല്ലെങ്കിൽ കുളത്തിലോ അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പാടത്തോ കാട്ടിലോ അല്ലെങ്കിൽ ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ പുൽമേട്ടിലോ ഒക്കെ ഒന്ന് സന്ദർശിക്കുക. ദെൻ റൈറ്റ് ദ നെയിംസ് ഓഫ് വേരിയസ് ക്രീച്ചേഴ്സ് യു ഐഡൻറ്റിഫൈഡ്. നിങ്ങൾ തിരിച്ചറിഞ്ഞ ക്രീച്ചേഴ്സിൻ്റെ പേരുകൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ദെൻ പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ നോട്ട് ഓൺ എനി 2 of such ക്രീച്ചേഴ്സ്. ഏതെങ്കിലും 2 ക്രീച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതുള്ളൂ. ഇന്നത്തോടു കൂടി ഈ യൂണിറ്റ് കഴിഞ്ഞു. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാവുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ഒന്ന് വേണേ. ഓക്കെ, താങ്ക് യു.